അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെ നോക്കിയാലോ, വെള്ളപ്പാണെന്ന് മെയിനായിട്ട്, പിന്നെ പട്ടാണി കറിയും, അങ്ങനെ ഇതൊക്കെ കൂട്ടിയും കൂടെ കഴിക്കുക ഗൈസ്. ചായക്ക് പകരം വെള്ളാട്ടോ കുടിക്കുന്നത്. ഹേ ഗൈസ്, അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. ഞാൻ ഇപ്പോൾ കോളേജിലേക്ക് പോകുന്ന ആ ഒരു ടൈമായിട്ടോ. അതിന് മുമ്പ് ഞാൻ എന്താ പറയുക, ലഞ്ച് ബോക്സും അതൊക്കെ റെഡിയാക്കുന്നതൊക്കെ കാണിക്കാം. ചായ അടിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു ഇൻട്രോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൂടുതലും എൻ്റെ ലഞ്ച് ബോക്സ് എന്ന് പറയുമ്പോൾ ചോറാട്ടോ ഉണ്ടാവൽ, തക്കാളി ചോറ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സോയാബീൻ ചോറ് അങ്ങനെയൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലഞ്ച് ബോക്സിൽ വെള്ളപ്പവും പിന്നെ കുറച്ച് പട്ടാണിക്കറിയും പിന്നെ ചിക്കൻ കറിയും. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ലഞ്ച് ബോക്സ്. അങ്ങനെ ഞാൻ കോളേജിലെത്തി. അങ്ങനെ ആരും എത്തിച്ചില്ലേ, ബെല്ലടിക്കാനൊക്കെ ടൈം ആവുന്നുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അങ്ങനെ നല്ല മഴയൊക്കെ പെയ്ത് കുടയും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കാണ് നമ്മൾ. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടും ഉണ്ടേനു. അങ്ങനെ ഫോൺ കേസ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു മൊബൈൽ ഷോപ്പിൽ കയറി ഗൈസ്. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വീട്ടിലെത്തി, ഫ്രഷൊക്കെ ആയി, പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുടിക്കാനിരുന്നു. ഉമ്മ ആണെങ്കിൽ ബ്രെഡ് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു, അടിപൊളിയായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ തേങ്ങാവെള്ളം കുടിച്ചു. പിന്നാണെങ്കിൽ ഈ തേങ്ങാവെള്ളത്തിന് ഇവിടെ ഫാൻസാണ് ഗൈസ്, ഞാൻ അനിയത്തി. പക്ഷേ ഒരു കണ്ട സീനാണ് ഗൈസ്. സീൻ എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് കൊടുക്കേണ്ടി ഒരു രണ്ടാ കൂടി, പക്ഷേ എൻ്റെ അനിയനേക്കാളും അനിയത്തിക്കാണ് ഗൈസ് ഒരു ഇത്. അനിയന് പിന്നെ അത് കുഴപ്പമില്ല, പക്ഷേ അനിയത്തിയോട് വിട്ടു തരില്ല ഗൈസ്. ഓക്ക് എന്തായാലും കൊടുക്കണം എന്ന് നിൽക്കും. അങ്ങനെ ഞാനത് അങ്ങോട്ട് കൂടി. കുറച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ പഠിത്തമൊക്കെ ആയിട്ട് അങ്ങനെ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അനിയത്തി ഇവിടെ എഴുതുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്ലിപ്പ് എടുക്കാൻ വിചാരിച്ചിട്ട്, പക്ഷേ അവളെ എഴുതി കഴിഞ്ഞിരുന്നു. ഞാനും പോയി എഴുതട്ടെ ഗൈസ്. അപ്പോൾ ഇത്രയുള്ളൂ, ബൈ.